Good morning, family. Everybody ready to go today? Second day? Everyone's ready. Alicia, where we are going? Emerald Lake. So we are going to different lakes today. Daddy Indi. Hi. Lian. ഹലോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ മെയിനായിട്ട് പോകാൻ പോകുന്നത് എമറാൾഡ് ലേക്കിലേക്കാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്. നേരെ മലയിലോട്ട് ചെല്ലുന്ന പോലെ. ഓക്കെ. Yeah, it's so crazy. സോ നമ്മൾ നേരെ പോയി ഹിറ്റ് ചെയ്യും തോന്നുന്നു അല്ലേ? Remember we passed this yesterday? യാ. Yeah. അയ്യോ, എന്നാ ഒരു രസമാണ് നോക്കിയേ. അത് സെയിം വഴിയിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇന്നലെ ബാൻഫിൽ നിന്നല്ലേ വന്നേ, അങ്ങോട്ട് തന്നെ ചെന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ട്രാൻസ് കാനഡ ഹൈവേ കൂടെയാണ്. ഇതിന് ഹൈവേ 1 എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ പോകുമ്പോഴത്തേനും ഇതിന് ചുറ്റും ഇതുപോലെ മലകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണിത്. ഇപ്പം നമ്മൾ ഈ ഹൈവേ കൂടെ പോകുമ്പോഴത്തേനും പല സ്ഥലങ്ങളിലും നമുക്ക് സ്റ്റോപ്പുണ്ട്. അതായത് നമുക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറയും. അതായത് നമുക്ക് കാഴ്ച കാണാനായിട്ട് പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന എമറാൾഡ് ലേക്ക് യോഹോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഉള്ളത് കേട്ടോ. ഇത് ബ്രിട്ടീഷ് കൊളംബിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 1.5 മണിക്കൂറുണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ട്രെയിറ്റ് വഴിയാണ്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവിടെ എത്തിച്ചേരാനായിട്ട്. സാധാരണ നമുക്ക് ഇവിടെ പോകണമെങ്കിൽ പാർക്സ് കാനഡ എൻട്രി പാസ് എന്ന് പറഞ്ഞൊരു പാസ് എടുക്കണം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതൊരു പീക്ക് ടൈം ആയതുകൊണ്ട് ഒരു 1-2 മാസത്തിന് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇതാണ് അവിടുത്തെ പീക്ക് ടൈം. അന്നേരമാണ് ഒത്തിരി വിസിറ്റേഴ്സൊക്കെ വരുന്നത്. കൂടുതലൊരു സമ്മർ ടൈമാണല്ലോ അന്നേരം. പക്ഷേ ഓഫ് സീസൺ ആണെങ്കിൽ നമ്മൾ ഈ പാസ് എടുത്താലേ ഉള്ളൂ ഈ പാർക്കിലോട്ടും ഈ ലേക്കൊക്കെ കാണാനായിട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിനടുത്തൊന്നും ഫുഡൊന്നും കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് കരുതുന്നതാണ് നല്ലത്. കാരണം കുറേ സമയം എടുക്കും നമ്മൾ അവിടെ എല്ലായിടും ഒന്ന് കണ്ടുവരുമ്പോഴത്തേനും. അപ്പോൾ അടുത്ത കടകളൊന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാൻഡ്വിച്ചോ ഒക്കെ കൊണ്ടുപോകുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊന്നും കൊണ്ടുപോയില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. അവിടെ സ്ട്രീറ്റ് പാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ രാവിലെ കുറച്ച് നേരത്തെ നമ്മൾ പോവുകയാണെങ്കിൽ അതാണ് നല്ലത്. നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും അന്നേരം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ എമറാൾഡ് ലേക്കിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മാറിയാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി ഒത്തിരിയില്ല, കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ അവിടെ കാണാനായിട്ട് വേണ്ടി. ഇപ്പോൾ പിള്ളേരൊക്കെ ബാക്ക് പാക്കുമായിട്ട് നടന്ന് മുംബൈയിലോട്ട് പോയി. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പുറകെ പോവുകയാണ്. എന്തായാലും ഞാനും വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇപ്പോൾ ഈ ലേക്കിന് ചുറ്റും ഇതുപോലെ ഉയർന്ന പൊക്കത്തിൽ ഇതുപോലെ മലകൾ കാണാം. അതിന് ചുറ്റും മരങ്ങളും ഒരു കാണുമ്പോഴത്തേനും നല്ലൊരു രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ നടന്ന് എമറാൾഡ് ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം, അവിടുന്ന് നോക്കുമ്പോഴത്തേനും അങ്ങ് ദൂരെ കാണാമല്ലോ. കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമായി കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണിത്. ഇതൊരു ടർക്കോയിസ് ഗ്രീൻ കളറാണ് ഈ വെള്ളത്തിന്. അവിടെ ഓൾറെഡി ആളുകളെല്ലാം നേരത്തെ തന്നെ വന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ചുറ്റും ആളുകൾ നിൽക്കുന്നു, ഇത് ആസ്വദിക്കുന്നു. നല്ലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ് ഇത് എമറാൾഡ് ലേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലേക്കിനകത്തൂടെ നമുക്ക് കനോയിങ് ചെയ്യാം. അതിനുവേണ്ടിയുള്ള സർവീസൊക്കെ, ബോട്ട് സർവീസൊക്കെ അവിടെയുണ്ട്. നമ്മളവിടെ പോയി അത് പേ ചെയ്താൽ നമുക്ക് അതിൽ കയറി പോകാം. യൂഷ്വലി 2 പേര് വീതമാണ് കേട്ടോ പോകുന്നത്. അതിൽ കൂടെ പോകുമ്പോഴത്തേനും ഇതൊക്കെ നമുക്ക് കാണുമ്പം തന്നെ അതൊരു മനോഹരമായ കാഴ്ചയാണ്. നല്ല റെഡ് കളറുള്ള ബോട്ടിലൊക്കെയാണ് കൂടുതലും
അവിടെ കാണാൻ സാധിച്ചത്. അപ്പം ആ ബ്ലൂ കളറിനകത്ത് റെഡ് കളർ ബോട്ട് പോകുമ്പോഴത്തേനും ഒരു ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ഇപ്പോൾ കാഴ്ചകളൊക്കെ നമ്മൾ കുറേ നേരം കണ്ടു. പിന്നെ കുറേ ഫോട്ടോ എടുത്തു. അപ്പോൾ അവിടെ എവിടെ നിന്നാലും ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മലകളും ഇതുപോലെ ബ്ലൂ കളറുള്ള വാട്ടറും ഇതും എല്ലാം കൂടെ കാണുമ്പോഴത്തേനും ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒന്നും അത് നമുക്ക് അത്രയ്ക്ക് അങ്ങ് തോന്നത്തില്ല. പക്ഷേ റിയലി നമ്മൾ അവിടെ ആയിരിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു പ്രത്യേക രസമാണ് ഇത് കാണാനായിട്ട്. പിന്നെ ആ വെയിലൊക്കെ നമ്മൾ ഉള്ള ദിവസമാണെങ്കിലാണ് കൂടുതൽ ഭംഗി. കാരണം അതിൻ്റെ അത് വെള്ളമൊക്കെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും വെയിലുള്ളപ്പോഴത്തേനും. പിന്നെ ഈ വെള്ളത്തിന് ഇത്രയും കളർ വരാനായിട്ടുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ മലമുകളിൽ ഗ്ലേസിയർ, അതായത് വലിയ മഞ്ഞുകട്ടകളുമാണ് വരും. അപ്പോൾ അത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിനകത്ത് റോക്ക്, അതിൻ്റെ അടിയിലുള്ള റോക്ക് പതുക്കെ പതുക്കെ പൊടിയും. എന്നിട്ട് അത് വെള്ളം അതിൽ നിന്ന് വെള്ളം ഒഴുകി ഒഴുകി വരുമ്പോഴത്തേനും ആ റോക്കിൻ്റെ പൊടിയുണ്ടല്ലോ, അതിന് പറയുന്നത് റോക്ക് ഫ്ലോർ എന്നാണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി മിനറൽസ് ഉണ്ട്. അതിൻ്റെ പിന്നെ ഈ റോക്കിൻ്റെ പൊടി ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും അത് ഈ വെള്ളത്തിലേക്ക് വരും. എന്നിട്ട് സൺലൈറ്റ് വരുമ്പോഴത്തേനും അത് നമുക്കങ്ങനെ അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ കളർ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കളർ ഇതിന് വരുന്നത്. എന്തായാലും കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളും കളർഫുള്ളും നമുക്ക് വളരെ സന്തോഷം തരുന്ന കാഴ്ചകളുമാണ് കേട്ടോ ഇതിന് ചുറ്റും ഉള്ളത്. അപ്പോൾ കുറേ സമയം ഞങ്ങൾ അവിടെ സമയം സ്പെൻഡ് ചെയ്തു, കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ചുറ്റും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഏകദേശം ഒരു 5.2 കിലോമീറ്ററോളം ഈ ലേക്കിന് ചുറ്റും നമുക്ക് നടക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പം ഹൈക്കിങ്ങിനൊക്കെ വരുന്നവർ ഒക്കെ ഇതിന് ചുറ്റും നടക്കും. അപ്പം ഞങ്ങൾ നടന്ന സൈഡ് നല്ല ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് മടിയാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മളൊരു ജസ്റ്റ് വൺ സൈഡിൽ കൂടെ നടന്നുള്ളൂ. നടന്ന് നമ്മൾ കുറേ സമയം അവിടെ നിന്നും എല്ലാം കണ്ടും ആസ്വദിച്ചും ഒക്കെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളിങ്ങനെ പോകുന്ന വഴികളൊക്കെ വളരെ നല്ല ക്ലീനും ആളുകൾ എപ്പോഴും നടക്കുന്ന വഴികളായതുകൊണ്ട് തന്നെ നല്ല ഒരു കുഴപ്പമില്ല, നല്ല നടക്കാനായിട്ടൊക്കെ. ഒത്തിരി ആളുകളുണ്ട് കേട്ടോ അതിൽ നടക്കാനായിട്ട്. പിന്നെ അങ്ങനെ നടന്നപ്പോഴാണ് കുറച്ച് പൂക്കൾ കാണുന്നത്. അപ്പോൾ കൂടുതലും നമ്മളിവിടെ കാണുന്നത് പൈൻ ട്രീസാണ്. വേറെ അധികം ചെടികളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോകാനായിട്ടുള്ള വഴികളുണ്ട്. അപ്പം ലേക്കിൻ്റെ അടുത്തോട്ട് തന്നെ ഇറങ്ങി നമുക്ക് ചെല്ലാനും അവിടെ നിന്ന് കാഴ്ചകൾ കാണാനും ഒക്കെയുള്ള വഴികളുണ്ട്. അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മൾ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും വേണമെങ്കിൽ ഹൈക്കിംഗ് സ്റ്റിക്ക് നമുക്ക് ഉപയോഗിക്കാം. കുറേ പേരൊക്കെ അങ്ങനെ ഹൈക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് നടക്കാൻ പോകുന്നത് കണ്ടത്. പ്രത്യേകിച്ചും പ്രായമായവരൊക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടി അത് ഉപയോഗിക്കും. അപ്പോൾ ഇന്നിവിടെ വെതർ പറഞ്ഞിരുന്നത് മഴയുണ്ടെന്നാണ്. നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് മഴയൊന്നും ഉണ്ടായില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഈ ലേക്കിൻ്റെ റിയൽ ബ്യൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറച്ച് വെയിലുള്ളപ്പോഴത്തേനും ഈ കളറൊക്കെ ഒന്നുകൂടെ എൻഹാൻസ് ആവും. അപ്പോഴത്തേനും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം ആ മലകൾ, അതിൻ്റെ സൈഡിൽ ഈ മരങ്ങൾ എല്ലാം നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ ഈ വെള്ളം, ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സൗന്ദര്യം തന്നെയാണ്. പ്രകൃതി എന്ത് മനോഹരമായിട്ടാണ് അല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഓരോ കരവേലകൾ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ ഒരറ്റം വരെ പോയി എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ടെലസ്കോപ്പിൽ കൂടെ അങ്ങ് ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി ഞങ്ങൾ വണ്ടിയിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് തക്കാക്ക ഫോൾസിലേക്കാണ്.
വളഞ്ഞും തിരിഞ്ഞും വഴിയാണ്. പക്ഷേ ഡ്രൈവ് ചെയ്ത് പോകുമ്പം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആ മരങ്ങൾ അതുപോലെ ഡെൻസായിട്ടാണ് വളർത്തിയിരിക്കുന്നത്, പൈൻ മരങ്ങൾ. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ 2 സൈഡിലും ഇതുപോലെ പൈൻ മരങ്ങളായിരിക്കും. അതിന് നടുക്കോടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അതാണ് കേട്ടോ തക്കാക്ക ഫോൾസ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം അങ്ങ് മലമുകളിൽ നിന്നും വെള്ളച്ചാട്ടം. ഇത് കാനഡയിലെ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫോളാണ്. ആദ്യത്തേത് എല്ലാവർക്കും അറിയാമല്ലോ, അത് നയാഗ്ര ഫോൾസ് ആണ്. ഇതാണ് തക്കാക്ക ഫോൾസ്. കണ്ടോ മോളിൽ നിന്ന് ഇങ്ങനെ വന്ന്. ഇതാണ് തക്കാക്ക വാട്ടർഫോൾസ്. ഞാനിതിൻ്റെ തൊട്ടടുത്ത് എത്തിയേക്കുവാണ്. ഇങ്ങനെ ഒഴുകി ഒഴുകി ഇതുപോലെ അങ്ങോട്ട് പോവും. മുകളിലൊരു അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തേനും നമ്മൾ വെള്ളം മിസ്റ്റായിട്ട് നമ്മുടെ ദേഹത്തൊക്കെ വീഴും കേട്ടോ. അത് പിന്നെ അതിനകത്ത് ഇതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സേഫായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഈസിയായിട്ട് അങ്ങനെ ചേർത്ത് വിടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം തിരിച്ച് നമ്മൾ വരുന്ന വഴി ഇച്ചിരി ഇറക്കാണ്. പിന്നെ വളരെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞുള്ള വഴിയാണല്ലോ. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് കേട്ടോ. ഒത്തിരി വണ്ടി കയറി വരാനുണ്ടല്ലോ നമ്മൾ പോയപ്പോഴത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഫോൾസൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന വഴിക്ക് അടുത്ത ഒരു സ്റ്റോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ബോ ലേക്കാണ്. അപ്പോൾ അതും കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. കുറച്ച് സമയം നമ്മൾ അവിടെ വഴി സൈഡിൽ വണ്ടി നിർത്തി ഇതൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ നമുക്ക് വ്യൂ പോയിന്റ് എന്നും പറഞ്ഞ ഏരിയാസ് ഉണ്ട്. അവിടെ വണ്ടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കണ്ട് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് തിരിച്ച് വണ്ടിയിൽ കയറി പോകാം. അപ്പോൾ ഇന്ന് ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് മൂടലുണ്ട് കേട്ടോ. അത്ര ബ്രൈറ്റ് അല്ലായിരുന്നു സ്കൈ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നിറം കണ്ടോ കുറച്ച് ഡള്ളാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സൂര്യപ്രകാശം ഉള്ളപ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ റിയൽ കളർ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പെയ്റ്റോ ലേക്കാണ്. അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേക്കാണ്. അപ്പോൾ അതിനകത്ത് പോകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ഇങ്ങനെ കയറ്റം കയറി പോകണം. നടന്നു പോകാനായിട്ട് ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ പെയ്റ്റോ ലേക്കിലേക്ക് കയറ്റ നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു 30 മിനിറ്റ്സ് നടക്കണില്ലേ. ഇച്ചിരി കയറ്റായത്. ചാടി ചാടി ഒന്ന് കയറ്റി ചാടി. വളഞ്ഞു വളഞ്ഞു വഴി. ഓടി പോവാ. നടന്ന് ഇതാ നമ്മൾ പെയ്റ്റോ ലേക്കിലെത്തി. അതിൻ്റെ ആ കളർ കണ്ടോ, ഇതൊരു ടർക്കോയ്സ് ബ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വൂൾഫിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ പേര് വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ ലെങ്ത് നേരത്തെ അങ്ങ് ആ വറ്റിയിരുന്ന സ്ഥലം കണ്ടോ, അവിടം വരെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഇത്. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. അത് കഴിഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചു. പുട്ടീൻ എന്ന് പറഞ്ഞ അതാണിപ്പോൾ കാണുന്നത്. അത് ഫ്രൈസിനകത്ത് ഗ്രേവിയൊക്കെ ഒഴിച്ചുള്ള കാനഡയിൽ ഉള്ള ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. ഇവിടെ അത് അത്ര കാണാറില്ല ഷിക്കാഗോയിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ ദെൻ ബൈ.